എന്തായി പിന്നെ എന്താ ബിഗ് ബോസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ലാലേട്ടൻ പൊളിയല്ലേ? ലാലേട്ടൻ ഷോയുടെ നെടുന്തൂടെന്നൊക്കെ പറയണേ. ജിൻഡോ ചേട്ടൻ രേണുസുധീനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഇപ്പൊ കമന്റ് ബോക്സ് മൊത്തം പറഞ്ഞേ. ആണോ? നല്ല കാര്യല്ലേ? എന്താ പറയാ അതിന്? സപ്പോർട്ട് നമ്മളെല്ലാവരും ചെയ്യും. സപ്പോർട്ട് നമ്മളെല്ലാവരും ചെയ്യും. രേണുസുധീനെയും ചെയ്യും. രേണുസുധിക്ക് എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തിരുന്നോ പോയാ നേരത്ത്? ഒന്നും പറയേണ്ട ആവശ്യമില്ല. അവർക്ക് എല്ലാം അറിയാം. നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് നല്ല കഴിവുള്ള കുട്ടിയാണ്. ജിൻഡോ ചേട്ടൻ ഇനി കപ്പെടുക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ എങ്ങനെയായിരിക്കും നിരീക്ഷിക്കുക ഓരോരോ ദിവസം കഴിയുമ്പോൾ? നമ്മൾ ഇത്രയും നാൾ അതിനകത്ത് കളിച്ചതല്ലേ, അതുകൊണ്ട് ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലാവും. അല്ല, ജിൻഡോ ആദ്യം ഒരു 1-ാമത്തെ ദിവസം മുതൽ 100-ാമത്തെ ദിവസം വരെയും കപ്പിൽ ഉണ്ടായല്ല, ബിഗ് ബോസ് ഒക്കെ തൂക്കി. അതുകൊണ്ടൊക്കെ എന്താന്ന് വെച്ചാൽ എന്നാലും ഇപ്പൊ ജിൻഡോ തന്നെ നേരത്തെ പറഞ്ഞു ഒരുപാട് രേണുസുധിയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാ വന്നേക്കണെന്ന്. അങ്ങനെ പിന്നെ ഒരുപാട് ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരുടെ ഇടയിൽ രേണുസുധി എങ്ങനെ പിടിച്ചേക്കുന്ന ജിൻഡോക്ക് തോന്നുന്നത്? പ്രൊഫൈലിലൊക്കെ എന്ത് കാര്യം? അവിടെയൊക്കെ നമ്മുടെ മനസ്സാണ് മറ്റുള്ളവർക്ക് സഹിച്ച് ജീവിക്കാനും. കാരണം എന്താ പറയുക, ഞാൻ ഒരു ചപ്പാത്തി വരെ പോക്കലിട്ടിട്ടുണ്ട്, ക്ലോസറ്റ് പോയി തിന്നുന്നുണ്ട്. ആ അവസ്ഥയൊക്കെ ഉണ്ട് അവിടെ. കാരണം നമുക്ക് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ, കിട്ടൂല. ചിലപ്പോൾ മറ്റുള്ളവരുടെ അടുത്ത് കഴിക്കും, നമുക്കത് അടിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ സഹിച്ച് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് അവിടെ നിൽക്കാൻ പറ്റുന്ന ആർക്കേ അവിടെ ജയിക്കാൻ പറ്റില്ല, അത് ഉറപ്പ്. കാരണം അത്രയും മാത്രം എന്താ പറയുക, ഒരു ഗ്യാങ് കൂടി കളിക്കുകയാണെങ്കിൽ കാരണം ഒന്നിച്ച് നമുക്ക് കളിച്ച് നിൽക്കാം. പക്ഷേ അത് ജനങ്ങളൊന്നും ഒരിക്കലില്ല. കാരണം ഗ്യാങ് കൂടിയിട്ട് ഒരാളെ തല്ലാൻ എല്ലാവർക്കും പറ്റില്ലേ? എല്ലാവർക്കും പറ്റുന്നറിയാം. ജിൻഡോ മത്സരിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലേ? പിന്നെ ഇഷ്ടംപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ്. ഞാൻ ആ ബിഗ് ബോസിൽ നിന്ന് നമ്മൾ ആ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വേറെ ലോകമാണ്. ഇവിടെ നമ്മൾ മരിച്ച് ഈ ലോകത്ത്, പിന്നെ വേറെ ലോകമാണ്. ആ ലോകത്ത് ജീവിക്കാൻ പഠിക്കണം. കാരണം അവിടെ നിന്ന് ജയിച്ച് അവിടെ നിന്ന് വിൻ ചെയ്ത് തന്നെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വിൻ ചെയ്തല്ല, അവിടെ കുറച്ച് ബിഗ് ബോസിൽ കയറി കുറച്ച് ഒരാഴ്ച നിൽക്കണവർ തന്നെ അവരെ എവിടെ കൊണ്ടാലും ജീവിക്കും. കാരണം ഒരു ദിവസം അവിടെ നിൽക്കണമെങ്കിൽ വേറെ ലെവലാണ്. അപ്പോൾ നിങ്ങളൊക്കെ പോയാലാണ് മനസ്സിലാവുള്ളൂ. ഒന്ന് പോയി നോക്കാം. എല്ലാവരും ശ്രമിച്ചാൽ മതി, കിട്ടും ബിഗ് ബോസൊക്കെ. കാരണം ബിഗ് ബോസിൽ എന്തെങ്കിലും കുറവുകൾ വല്ല ഉണ്ടോ? നികത്താനുള്ള വല്ല കുറവുകൾ നമ്മൾ ആന്റി ക്രാഫ്റ്റിലോട്ട് ആരും കയറിയിട്ടുണ്ടോ? അന്തവികയിലുള്ള ആരും കയറിയിട്ടുണ്ടോ? ആരും കയറിയില്ല, ഇതുവരെ കണ്ടില്ല. അന്തവികയിലുള്ള അങ്ങനെയുള്ള ആരും കയറിയില്ല. അങ്ങനെ കയറിയിട്ടുണ്ടോ? ഇല്ലല്ലേ? ഇല്ല, നമ്മൾ ഇതുവരെ കണ്ടില്ല. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞായിരുന്നു ഇങ്ങനെ എല്ലാവരും നിൽക്കാതെ. അത് നമുക്ക് അവർക്കും കയറി വരാൻ പറ്റും ഈ ഇതിനകത്തേക്ക്. കാരണം എത്രയും കഷ്ടപ്പെട്ട് ഈ നമ്മളെക്കാളും നന്നായിട്ട് ടാസ്ക് ചെയ്യും ചിലപ്പോൾ അവർ, ഇല്ലേ? ചെറിയ കാലൊക്കെ മുടക്കിയിരുന്നാലും ഇതൊക്കെ കൈയൊക്കെ മുടക്കിയിരുന്നാലും അവർ. അപ്പോൾ അവർക്കൊക്കെ ഒരു ചാൻസ് കൊടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ സംസാരിച്ചിരുന്നു. അതൊന്നും പുറത്തേക്ക് വന്നില്ലെന്ന് എനിക്കറിയില്ല. ബിഗ് ബോസിൽ പരിചയമുണ്ട് ഇപ്പോൾ നിലവിൽ കയറിയ ആൾക്കാരെ? എല്ലാവരും പരിചയമുണ്ട്. ആരൊക്കെ കയറിയുണ്ട് എല്ലാവരും എനിക്ക് പരിചയമുണ്ട്. ആലപ്പുഴ എന്നുള്ളൊരു മോഡലുണ്ട്, ഒരു ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. ആളറിയോ? മില്യനൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. മില്യനൊന്നും അവിടെ വില പോകും. മില്യനിലല്ല കാര്യങ്ങൾ ഇരിക്കുന്നത് അവിടെ ചെന്ന് നമ്മൾ അവരുടെ അടുത്ത് കളിക്കാനുള്ള ഒരു സാധനം ഉണ്ട് അവിടെ. ആ സാധനം കിട്ടിയിട്ട് അത് വെച്ച് ഞാൻ 10 ദിവസം മിണ്ടില്ലല്ലോ, അനങ്ങാതിരുന്നില്ലേ? പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ജിൻഡോന് പിന്നെ ഇവരൊക്കെ മണ്ടൻ കപ്പടിച്ചു എന്നുള്ള സാധനമാണല്ലോ പറഞ്ഞോണ്ടിരുന്നത്. എന്താ പറയാൻ പറ്റും? കാരണം വെച്ചിട്ടുണ്ടെങ്കിലോ, എന്താ പറയാ, ഈ പട്ടിയുടെ വാല് നമ്മൾ എന്തോരം കൊണ്ടിട്ടുള്ളതെന്ന് ഇവരില്ല. നമ്മളത് നിവൃത്തം നിൽക്കാൻ നടക്കില്ല. അവർ ഓടത്തെ എവിടെ വരെ പോകും? ഈ എല്ലാരും പറയുന്നത് ബിഗ് ബോസിൽ ഏറ്റവും നല്ല വിന്നർ എന്ന് പറയുന്നത് ജിൻഡോയാന്ന് പറയണത്. അപ്പൊ അതിനോടൊക്കെ എങ്ങനെ എന്താ പറയാനുള്ളത്? ഒന്നും എനിക്കറിയില്ല. എല്ലാവരുടെ അഭിപ്രായത്തിനും നന്ദി, അത്രേ എനിക്കുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ നല്ല ഹൈപ്പായിട്ടാണ് ജയിച്ചത്, അത് നിങ്ങൾക്കറിയാലോ. കാരണം ഇത്രയും ഹൈപ്പായിട്ട് ആര് ജയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയില്ല. ചിലപ്പോൾ ജയിച്ചിട്ടുണ്ടാവാം. കാരണം അതിനകത്ത് തന്നെ നമ്മുടെ കിഷൻ സാർ വന്നിട്ട് ലാലേട്ടൻ്റെ ഫ്രണ്ടിൽ നിന്ന് പറയുന്നുണ്ട്, ലാലേട്ടൻ, അർജുൻ, ജിൻഡോ ഇത്രയും ഹൈപ്പാറുന്നൊരു സീസൺ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന്. ഇനി ഈ സീസണിൽ ജയിക്കുന്ന ഒരാൾക്ക് ജിൻഡോക്ക് കിട്ടിയ പോലത്തെ ഒരു വരവേൽപ്പ് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് കിട്ടിയാലും കൂടുതൽ വരവേൽപ്പ് കിട്ടണം അവർക്കൊക്കെ.
കാരണം അവർക്ക് അതുമാത്രം കഷ്ടപ്പെട്ടവരാ. നിങ്ങളെല്ലാവരും കൊടുക്കണം, ഞാൻ പറഞ്ഞത്. ജിൻഡോനെ എയർപോർട്ടിൽ സ്വീകരിക്കാൻ ഇപ്പൊ റോബിൻ ഒക്കെ വന്നിരുന്നു അന്ന് ജയിച്ച. ഇതേപോലെ ഒരു വിന്നർ ആയി ജിൻഡോ എയർപോർട്ടിൽ എത്തോ? ആ സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ പറയുക, സമയം ഉണ്ടെങ്കിൽ ഞാൻ എത്തും. രേണുസുതി വിന്നറായി ഉറപ്പായിട്ട് എത്തും. എത്തും. ആര് വിന്നറായാലും ഞാൻ എത്തും ചിലപ്പോൾ, സമയം ഉണ്ടെങ്കിൽ. അങ്ങനെ നമുക്കൊരു പ്രത്യേകതയാണ്. രേണുസുതി പ്രത്യേകം നമ്മുടെ ചങ്കാണ്. നമ്മൾ വിൻ ചെയ്താൽ പ്രത്യേകം എത്തും. അവർക്ക് വിൻ ചെയ്യട്ടെ അല്ലേ, ശ്രമിക്കുന്നത്. ഏത് തരത്തിലുള്ള ഗെയിം ആയിരിക്കും പ്ലാൻ ചെയ്യാൻ ജിൻഡോയ്ക്ക് തോന്നണേ? എല്ലാം അറിയാലേ കള്ളൻ. ലൈഫിലെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വരുന്ന ആൾക്കാരാണ്. അവർക്ക് ഏത് സ്റ്റൈലിലുള്ള കളി എന്ന് വെച്ചാൽ ഏത് സ്റ്റൈലിലുള്ള കളി എടുക്കാൻ അവർക്കറിയാം. മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ എത്രയോ പേര് എതിർത്തു, കല്ലെറിഞ്ഞു, ഇതൊക്കെ ചെയ്തു, അവരവിടെ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞു ഒക്കെ പറഞ്ഞില്ലേ. പക്ഷെ അവരുടെ എത്തിയില്ലേ. അത് അവരുടെ കഴിവ്. അവരുടെ കഴിവിനെ അവരെ അംഗീകരിക്കും. നമ്മുടെ കഴിവല്ലത്, അവരുടെ കഴിവാണ്. ഇപ്പൊ എല്ലാരും രേണുസുതിനെ കളിയാക്കുന്നത് അല്ലെങ്കിൽ ഒരു വിധവയായ ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്യാമോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സ്ഥലത്തൊക്കെ പോവാമോ, ഇത്രയും ഡ്രസ്സ് ധരിക്കാവോ എന്നൊക്കെയാണ് ഒരു ബാഡ് കമന്റ്സ് ഒക്കെ കൂടുതലായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ അതിനോടൊക്കെ എങ്ങനെയാ ഒരു സമൂഹത്തോട് സംസാരിക്കാനുള്ളത്? ഡ്രസ്സ് ധരിക്കാന്നുള്ള അവരവരുടേതായ ഒരു കാര്യങ്ങളാണ്. അതിനും വലിയ അപ്പുറം ഡ്രസ്സുകൾ അവിടെ ധരിച്ചിട്ട് നടക്കുന്നത് ആൾക്കാർ. പിന്നെ രേണുസുതി ധരിക്കുന്ന ഡ്രസ്സിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ, സത്യം പറഞ്ഞു. എനിക്കൊരു മോശമായിട്ടും തോന്നിയില്ല. പക്ഷെ ആള് വാശിക്ക് ഒരു സാധനമാണ് ചെയ്തത്, അത് പൊളിച്ച്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ്. കാരണം മറുപടി കൊടുത്തത് അവള് വേറെ ലെവലായിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ബിഗ് ബോസിലൊരു ലെസ്ബിയൻ കപ്പിൾസ് കയറിയിട്ടുണ്ട്, ആദില അന്നൂറാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരെയൊക്കെ അറിയോ ജിൻഡോന്? എല്ലാവരും അറിയാം. അവരറിയാം. അപ്പൊ അവരൊക്കെ എങ്ങനെയാണ്, അവരൊക്കെ ഗെയിം പ്ലാൻ എങ്ങനെയായിരിക്കും? അതുപോലെ ബിഗ് ബോസിൽ മറ്റേ ഷാനവാസ് എന്ന് പറഞ്ഞൊരു സീരിയൽ നടൻ, അതുപോലെ നടൻ അപ്പാനി ശരത്, നിങ്ങൾ ഒരുമിച്ചൊരു സിനിമ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ? അതൊക്കെ അപ്പാനിക്ക് ആയിട്ട് എങ്ങനെയാണ്? അപ്പാനി ശരത്തിന് സിനിമ ചെയ്തിട്ടുണ്ട്. ഷാനവാസ് എന്ന് പറഞ്ഞ ആൾ ഞാൻ കൂടി സീരിയൽ ചെയ്തിട്ടുണ്ട്, സീത സീരിയല് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് പണ്ടൊക്കെ. അവരൊക്കെ നല്ല മനുഷ്യരാണ്. ഇപ്പൊ മോശമായിട്ടുള്ള മനുഷ്യന്മാർ അവിടെ ഉണ്ടോ? അപ്പോൾ ശരിക്കും ആരും അറിയില്ല എനിക്കങ്ങനെ മോശമാണെന്ന്. അല്ല കുഴപ്പം, ആരെ മോശമല്ലാത്ത എല്ലാവരും മോശമാണ്. നിങ്ങൾ കുറേ തെറ്റുകൾ ചെയ്തോ കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ നന്മ ഒരെണ്ണെങ്കിലും ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കണം. അത്രേ ഉള്ളൂ. കുറേ തെറ്റ് ചെയ്തു, തെറ്റാത്ത ആരുമില്ല. പക്ഷേ ഒരു നന്മയെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ഇറ്റ്സ് ഓക്കെ. മനസ്സിലായോ? ദിവസത്തിൽ ഒരു 100 തിന്മ ഉണ്ടെങ്കിൽ ഒരു നന്മയെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. 100 തിന്മയാക്കില്ല. അത്രയും പറയുള്ളൂ. ഇപ്പൊ ഈ രേണുസുതിയുടെ കാര്യം എടുക്കുമ്പോഴേ, ലാലേട്ടന്റെ മുമ്പിൽ ഇങ്ങനെ രേണുസുതി നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത്രയും സന്തോഷമായിട്ടുള്ളൊരു കാര്യം ഇനി ഇല്ല പുള്ളിക്കാരത്തേക്ക്. അതൊക്കെ ആലോചിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ലാലേട്ടനെ പോലെ ആൾക്കൊക്കെ രേണുസുതി ഇഷ്ടപ്പെടും. കാരണം ആ മനുഷ്യൻ്റെ മനസ്സ് നമുക്കറിയാം. കാരണം കഷ്ടപ്പെടുന്നവരുടെ കൂടെ എപ്പോഴും അതായത് അവരൊക്കെ കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരാണ്. എല്ലാവരും കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരാണ്. ഞാൻ അവിടെ വെച്ചിട്ട് എന്താ പറഞ്ഞത്, എന്നോട് വോട്ട് വയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും വിളിച്ച് അവരവരൊക്കെ വിളിച്ച് വോട്ട് ചെയ്ത് ഞാൻ ലാലുണ്ടെന്ന് പറഞ്ഞ് ലാലുടെ താഴെ കിടക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഒരുപാട് കൈ കൊടുത്തിട്ടുണ്ട്. മുകളിലുള്ള ആൾക്കാർ എനിക്ക് കൈ തരും. അത് മിത്താണ്, അത് ഉറപ്പല്ലേ? ഇപ്പൊ നാളെ തന്നെ ബിഗ് ബോസ് ഒരു അടി പൊട്ടാൻ പോകുന്ന പറയണേ. അവരായിട്ടാ. അപ്പൊ ഈ അടികളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ അവരുടെ ഒരു ഗെയിമിംഗ് സ്ട്രാറ്റജി ആണെന്ന് തോന്നുന്നുണ്ടോ? ആരുടെ? ഈ മത്സരാർത്ഥികളുടെയൊക്കെ. ഇങ്ങനെ നടി ഉണ്ടാക്കിയിട്ടും കാര്യമൊന്നുമില്ല. ഇപ്പൊ ജിൻഡോ മറ്റേ അടുക്കളയിൽ മറ്റേ ഷെഡ്ഡി ഉണക്കാനിട്ടതൊക്കെ പണ്ട് ഒരുപാട് വാർത്തയായ ഒരു കാര്യമല്ലേ? അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ ഇപ്പൊ എന്താ തോന്നുന്നു? അതൊക്കെ കണ്ടന്റ് ആയിട്ട് ചെയ്താണോ അല്ലെങ്കിൽ അതൊക്കെ അറിയാതെ തോന്നുന്നു? അന്ന് ചോദിച്ചില്ല, എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തോന്നു മറ്റേ ലോറോട് പോലെ അവർ കട്ട് ചെയ്തെടുക്കും. അപ്പൊ അതൊക്കെ ഇങ്ങനെ കണ്ടന്റ് വേണ്ടി അന്ന് ചെയ്താണോ അല്ലെങ്കിൽ അറിയാതെ ചെയ്തു പോയതാണോ? അത് എന്താ പറയാ, നമ്മളോട് എനിക്കായിരുന്നു 3 ദിവസം ക്ലീനിങ്ങിന്റെ പണിഷ്മെന്റ്. ആ സമയത്ത് അച്ഛൻ അവിടെ ആക്കി ഇവിടെ ആക്കി എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ നമ്മൾ വെച്ചു. എൻ്റെ കൂട്ടത്തിൽ ഞാൻ കുളിച്ചിട്ട് വന്ന സമയമായിരുന്നു, അവിടെ വെച്ച് മറന്നുപോയി. അത്രേ ഉള്ളൂ. ആ ഷെഡ്ഡി ആരാധന കണ്ടപ്പോ നോറയായിരുന്നോ? അതറിയില്ല, ആരെ കണ്ടേന്ന് അറിയില്ല. ഞാൻ കണ്ടില്ല, പക്ഷെ കണ്ടു, നോക്കി കാണിച്ചു. പക്ഷെ അത് ഭയങ്കര പുറത്ത് ഭയങ്കര തമാശ രീതിയിൽ എടുത്തേ, പക്ഷെ അത് അകത്ത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തു. അപ്പൊ തന്നെ ജിൻഡോ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. നമ്മളൊക്കെ എപ്പോഴും എന്താ പറയുക, ഒരു പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട് ലൈഫിൽ. നമുക്ക് പോസിറ്റീവ് മാത്രമേ എപ്പോഴും ഉണ്ടാവില്ല, നെഗറ്റീവ് ഉണ്ടാവും.
ആ നെഗറ്റീവിനെയും തരണം ചെയ്യാൻ പഠിക്കണം. നമുക്ക് നമ്മളെക്കുറിച്ച് എന്തോരം ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട്. നമ്മൾ എന്തിനാ മൈൻഡ് ചെയ്യണേ? അവർ പറഞ്ഞോട്ടെ, നമ്മൾ തിരിച്ച് പറഞ്ഞ് എന്തിനാ അവർ വയറിലാക്കണം? നമ്മൾ ആവശ്യമില്ല. അവർ മാക്സിമം പറയട്ടെ, പറഞ്ഞു കഴിയുമ്പോൾ വായടച്ചവർ തീർക്കണം. ഇതിൻ്റെ ഈ പ്രാവശ്യത്തിൽ ബിഗ് ബോസ് മൊത്തം കാണുമായിരുന്നു? കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ലൈവാണോ കാണാൻ എപ്പിസോഡ് ബേസ് അറിയോ കാണാൻ? ഒന്നും പറയാനില്ല. ഞാൻ 3 വർഷം ലൈഫ് കണ്ട ആളാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ജിമ്മൊക്കെ പോയി കുറേ ജിമ്മൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ഉണ്ട്, ഇങ്ങനെ നടക്കണം, കുഴപ്പമില്ല. ഉദ്ഘാടനം കിട്ടാറുണ്ടോ? ഓ ഇഷ്ടമാണ്. ഞാൻ ഉപേക്ഷിച്ചല്ലായിരുന്നു, എടുക്കാതിരിക്കുകയാണ് കൂടുതലും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറ്റണില്ല, പടം ചെയ്യുന്നുണ്ട്. ആ ഡയറ്റ് നമുക്കിപ്പോൾ ഒരു ഡയറ്റ്. അമേരിക്കയിലൊക്കെ ഷൂട്ട് കഴിഞ്ഞാ? അവിടെ കുറേ സീക്വൻസ് ഉണ്ടായിരുന്നു. എവിടെ? അമേരിക്കയിൽ അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നു. അമേരിക്കയിൽ നമ്മളൊരു പെണ്ണ് കിട്ടാന്ന് വെച്ചല്ലേ അവിടെ വെച്ചിട്ടൊരു പടം ഷൂട്ട് ചെയ്യണമെന്ന് അങ്ങനെ എന്തോന്ന് അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ വെച്ചിട്ട്. അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഇത് രേണുസുതിയൊക്കെ ആയിട്ട് അഭിനയിച്ചായിരുന്നല്ലോ. അപ്പോൾ രേണുസുതിയുടെ അഭിനയമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തൊക്കെ? ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിരുന്നോ കുടുംബത്തെ പറ്റിയിട്ട്? അല്ലെങ്കിൽ രേണുസുതി ഞാൻ ഓപ്പോസിറ്റ് ഒരു പടത്തിൽ ചെയ്തിട്ടുണ്ട്, ആള് ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഓപ്പോസിറ്റ് ഞാനും പ്ലേറ്റും കൂടി ഒരു കോമ്പോ വന്നിട്ടില്ല ആളായിട്ട്. പുതിയ പടത്തിൽ വേടനെ വെച്ച് പാടിക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്രോച്ച് ചെയ്തോ? വേടൻ്റെ ഡേറ്റ് വല്ലതും കിട്ടിയോ? വേടൻ പാടും. ഈ വേടൻ ഇപ്പോൾ ബലാത്സംഗത്തിന് ഒരു പരാതിയായിട്ട് കേസായിട്ട് നിൽക്കുവാണ്. പക്ഷെ അതുപോലെ തന്നെ ജിൻഡോ ചേട്ടനും ഇതുപോലെ വന്നിരുന്നു. പക്ഷെ ജിൻഡോ ചേട്ടൻ തെളിയിച്ചായിരുന്നു അതൊക്കെ കെട്ടുകഥകളാണ്. എനിക്ക് ബലാത്സംഗ കേസ് ഒന്നുമില്ല, എനിക്ക് വന്നതൊന്നുമില്ല. എനിക്ക് ഞാൻ ചെന്ന് ആളുടെ എനിക്കൊരു 6 ലക്ഷം രൂപ തരണ്ടായിരുന്നു. അവിടെ ചെന്ന് ചോദിക്കാൻ നിന്നിപ്പേ പിറ്റേ ദിവസം പുള്ളിയത്ത് നിന്ന് കേസ് കൊടുത്തു. ഇതെന്ന് പറയാന്നറിയോ? ആളുടെ കറണ്ട് കുറ്റിക്ക് അടിച്ചു, ഞാൻ മുടിക്ക് കറക്കി പിടിച്ച് നിലത്തടിച്ചെന്ന്. ഞാനൊരു പെണ്ണിനെ കൈയെടുത്ത് വരെ അടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിറ്റേ ദിവസം വക്കീലിനെ വിളിച്ചപ്പോൾ അപ്പോൾ പണിയൊക്കെ പറഞ്ഞു, കോംപ്രമൈസ് വിളിച്ചിട്ട് ഒന്ന് എഴുതി കൊടുത്തിട്ട് പിന്നെ വക്കീൽ വീണ്ടും കോംപ്രമൈസ് വിളിക്കുക. അതിൻ്റെ അടുത്ത് എന്താ? അവർ നമ്മുടെ നിന്ന് കാശ് പിടിക്കാനാണ്. അതിൻ്റെ ആവശ്യമില്ല. കേസായിട്ട് തന്നെ ഇവിടെ പറഞ്ഞു. അത് കേസായിട്ട് തന്നെ പോയി. അല്ലെങ്കിൽ ആ കേസ് അവിടെ തീരുന്നതാണ്, നമുക്കറിയാൻ തീർക്കാൻ. ഈ സിജോ ഇപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജിൻഡോ ചേട്ടനെ തളർത്തുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. തളരുന്നുണ്ടോ ജിൻഡോ ശരിക്കും? പിന്നെ ഭയങ്കര തളർച്ചയാണ്. ജിൻഡോക്ക് അങ്ങനെയുള്ള കമന്റിനൊക്കെ എന്താ പറയാനുള്ളത്? ഈ സിജോ പറയുന്നതൊക്കെ സിജോയുടെ കമന്റ്സിന് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ ഞാൻ സിജോനെ കുറിച്ച് കുറ്റം പറയില്ല, കാരണം അവൻ പാവം. അവനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അറിവുണ്ട്, അതൊക്കെ നികത്താന്നുള്ളൂ. അതൊക്കെ ഒന്ന് ശ്രമിച്ചാൽ, അങ്ങനെ ആ പക്വതയോട് ചിന്തിച്ചാൽ കുഴപ്പമില്ല. ഞാൻ ആലപ്പുഴയിൽ തന്നെ അത് കളിക്കാം പല കളികളും കാണണ്ടേ? അത് കാണിച്ചത് ആലപ്പുഴയിലെ കളികൾ എന്താണെന്ന്. ജിൻഡോ അന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അടുത്ത് മീഡിയക്കാരോട് തന്നെ പൊട്ടിത്തെറിച്ചാൽ സംസാരിച്ചന്ന് സിജോനെ പറഞ്ഞപ്പോൾ സിജോയുടെ കല്യാണത്തെ കാര്യം പറ്റി പറഞ്ഞു. അത് ഒറ്റ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമമായിപ്പോൾ അങ്ങനെ പെട്ടെന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ട് പറഞ്ഞു അത്രേ ഉള്ളൂ. അവനോട് നമുക്ക് വിരോധമൊന്നുമില്ല. അതങ്ങനെ പറയണ്ടായിരുന്നപ്പോൾ തോന്നുന്നുണ്ടോ ജിൻഡോയ്ക്ക്? ഒരിക്കലും ഇല്ല. കാരണം ഒരെണ്ണം പറഞ്ഞാലല്ലേ അവന് ഒരു ഇത് കിട്ടുള്ളൂ. അവനും അപ്പോൾ അവൻ നമ്മളെ കൊണ്ട് ജീവിക്കല്ലേ. അവന് യൂട്യൂബിൽ ചാനലിന് റീച്ച് കിട്ടും. അപ്പോൾ നമ്മളെ കൊണ്ട് അത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, കാരണം അവന് പൈസ ഇട്ടല്ലേ. അപ്പൊ നമുക്കൊരു നല്ലൊരു മാസ് റീ എൻട്രി നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ബിഗ് ബോസിൽ ജിൻഡോയുടെ ഫാൻസ്. അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഇപ്പൊ കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ 2 വിന്നർ വന്നിരുന്നു. ഈ ബിഗ് ബോസ് സീസണിൽ ജിൻഡോ വിന്നറായ ജിൻഡോ ഒരു മാസം ഒരു 3 പടം നായകൻ കഴിഞ്ഞു. അടുത്തൊരു 4ാമത്തെ പടം കൂടി നായകനായിട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് സമയം കിട്ടുകയാണെങ്കിലും അവരെന്നെ അനുവദിക്കുകയാണെങ്കിലും ഞാൻ അവിടെ വരും എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നുകൂടി എൻ്റെ ഉള്ളിലേക്ക് കയറാം, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവിധ ആശംസകളും. നല്ല സിനിമകൾ വരട്ടെ, നല്ല നടനാവട്ടെ, ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് അറിയപ്പെടട്ടെ. താങ്ക് യു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. വേറൊരു സംഭവം ഉണ്ട്, തമിഴിൽ അടിപൊളി സാധനം എൻ്റെ തമിഴിലുണ്ടോ? കിട്ടിയ സംഭവം എൻ്റെ വേറെ ലെവലാണ്. അടുത്ത വർഷമാണ് ഉണ്ടാവുള്ളൂ. പക്ഷേ അത്രയും നല്ല ടോപ്പ് പടം, വില്ലനായിട്ട് വേണ്ടി വേറെ ലെവൽ സാധനം. ഈ രേണുസുതി ബിഗ് ബോസിലേക്ക് എൻട്രി കയറിയപ്പോൾ തന്നെ സുധിച്ചേട്ടാ ഞാൻ എത്തി എന്ന് പറഞ്ഞായിരുന്നു. ആരോട്? അത് സുധിച്ചേട്ടനോട് പറഞ്ഞെന്നാ പറയണേ. അപ്പോൾ അതൊക്കെ കണ്ടിരുന്നോ ജിൻഡോ? സുധിച്ചേട്ടൻ ഞാനും കൂടി ഒരുമിച്ച് അഭിനയിച്ചായിരുന്നു. അല്ല, ഇങ്ങനെ ഭർത്താവിനോടുള്ള സ്നേഹം ഇങ്ങനെ തീർച്ചയായിട്ടും അത് അഭിനയിക്കുന്നതാണോ അതോ അത് പുള്ളിക്കാരത്തിന്റെ മനസ്സിൽ നിന്ന് വന്നൊരു കാര്യമായിരിക്കും? സുധിക്ക് അത്രയും ഇഷ്ടമാണ് എനിക്കറിയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇതിന് മരിച്ച സമയത്ത്. ആള് കൊളാബ് ചെയ്തായിരുന്നു, ആള് ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട് താങ്ക് യു ജിൻഡോ. കാരണം നമുക്ക് ഒരിക്കലും എന്താ ഞാൻ അതിനകത്ത് ഇട്ടിരുന്ന വോയിസ് അതിനകത്ത് ഇട്ടിരുന്ന വോയിസ് നിങ്ങൾ കേട്ടാൽ മതി. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നമുക്ക് എന്നെങ്കിലും ഗുണം കിട്ടും. അപ്പോൾ
സുധിച്ചേട്ടൻ ചെയ്തതിൻ്റെ പ്രവൃത്തികളുടെ നന്മയായിരിക്കും രേണുവിന് കിട്ടുന്നത്. നിങ്ങളത് മനസ്സിലാക്കുക. പറഞ്ഞ മനസ്സിലായോ? സുധിച്ചേട്ടൻ എന്തെങ്കിലും ചെയ്തേക്കണ ഗുണങ്ങൾക്ക് കിട്ടുന്നത് അവരുടെ മക്കൾക്കും അവരുടെ ഭാര്യയ്ക്കാണ്. അത് ഭയങ്കര ഗുണമാണ്. നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളായിരുന്നാലും എന്ന് ഗുണം ചെയ്താലും ദോഷം ചെയ്താലും നിങ്ങൾക്ക് കിട്ടും സമയമാകുമ്പോൾ. ആ സമയമാകുമ്പോൾ അനുസരിച്ച് കിട്ടുന്നുണ്ട്, അത്രേ ഉള്ളൂ. ജിൻഡോ ചേട്ടന് സുജിന്റെ മകനായിട്ട് വല്ല കമ്പനി എന്തിനുണ്ടോ? ഇല്ല. അതിനെ പറ്റി ഇപ്പോ ഒരു സ്ത്രീ മോശമായിട്ടൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തെടുത്ത് അവൻ അപ്പൊ അത്ര ശരിയല്ല, വെടിപ്പല്ല എന്നൊക്കെയാണ് അതിനെ പറഞ്ഞായിരുന്നേ. ആരെ മക്കളെ വെടിപ്പ്? ആരെയും മക്കൾ വെടിപ്പുണ്ടോ? ആരും മക്കൾ വെടിപ്പില്ല. മനസ്സിലാക്കിയത് എല്ലാവരും ഈ തലമുറ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അടിച്ചു പൊളിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് അവരവർ സൂക്ഷിച്ചാൽ അവരവർക്ക് നല്ലത്. അല്ലാതെ ബിഗ് ബോസ് വെടിപ്പാന്ന് പറയുന്ന ആൾക്കാർ ചിലപ്പോൾ പണി കിട്ടും. ബിഗ് ബോസിന്റെ പ്രേക്ഷകർ, ബിഗ് ബോസ് ജിൻഡോയുടെ പ്രേക്ഷകർ, ജിൻഡോയുടെ ആരാധകർ കൂടെ നിന്ന് ഇത്ര ആളുകളുള്ള കേരള ജനതയ്ക്കോടും മലയാളികളോടും ലോകമെമ്പാടുള്ള ആൾക്കാരോടായിട്ട് ലാസ്റ്റ് എന്താ പറയാനുള്ള ജിൻഡോയ്ക്ക്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ മനസ്സിൽ തോന്നണത്. അതിനോട് ഞാൻ ഇവിടുന്ന് പോയപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് എനിക്ക് സപ്പോർട്ട് ചെയ്യണം വേണ്ടത് സപ്പോർട്ട് ചെയ്തതല്ല. എന്നെ കണ്ട് എന്നെ ഇഷ്ടപ്പെട്ട് ഞാൻ ഒരു അത്യാവശ്യം കുഴപ്പമില്ല തമ്മിൽ വേദന തൊമ്മെന്ന് കൊടുത്തിട്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തതാണ്. അപ്പോൾ എന്താ പറഞ്ഞ പോലെ നിങ്ങൾക്കിഷ്ടം, നിങ്ങളുടെ മനസ്സിൽ ആരാണ് ഇഷ്ടം തോന്നുന്നത്, ആരാണ് നിങ്ങളുടെ മനസ്സിന് വിൻ ചെയ്ത് വരണ്ടേ എന്ന് ആഗ്രഹിക്കുന്നത്, അവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ വിജയിക്കുക. മാക്സിമം മറ്റുള്ളവരെ കുറിച്ച് ചീത്ത വിളിക്കാതിരിക്കുക, ഉപകാരം ചെയ്തതിൽ ഉപദ്രവിക്കാതിരിക്കുക. കാരണം അവരെല്ലാവരും അവിടെ കഷ്ടപ്പെടുന്നുണ്ട്. അത്ര എനിക്ക് പറയുന്നത്. പ്രത്യേകിച്ച് രേണുസുധീനും എല്ലാവർക്കും. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇപ്പോൾ വീട്ടിലേക്കാണോ? പിടിപെടണം. ഓക്കെ.